ഹലോ എവ്രി വൺ. ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ പറയാൻ പോകുന്നത് കോർട്ടിക്കൽ ലോക്കലൈസേഷൻ ഓഫ് ലാംഗ്വേജ് എന്നുള്ള ഒരു ടോപ്പിക്കാണ്. ഈ ഒരു പോർഷൻ ഓൾറെഡി നിങ്ങൾ സെമിനാർ ടോപ്പിക്കായിട്ട് കവർ ചെയ്തതാണ്. എന്നാലും ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യങ്ങൾ ഇൻക്ലൂഡ് ചെയ്തിട്ടുള്ള ഒരു വീഡിയോ ആണ്. സോ കോർട്ടിക്കൽ ലോക്കലൈസേഷൻ ഓഫ് ലാംഗ്വേജ് കൊണ്ട് ഉദ്ദേശിക്കുന്നത് എന്താണെന്ന് വെച്ചാൽ അതുപോലെയുള്ള ഒരു അപ്പാരൻ്റ് ആയിട്ടുള്ള ഒരു ടേമാണ് ലാംഗ്വേജ് ലാറ്ററൈസേഷൻ എന്ന് പറയുന്നത്. അതുപോലെയുള്ളതാണ് ലാംഗ്വേജ് ലോക്കലൈസേഷൻ എന്നും പറഞ്ഞാൽ. ഓക്കെ, അപ്പോൾ ലാംഗ്വേജ് ലാറ്ററൈസേഷൻ കൊണ്ട് ഉദ്ദേശിക്കുന്നത് എന്താണെന്ന് വെച്ചാൽ റെഫേഴ്സ് ടു ദ റിലേറ്റീവ് കൺട്രോൾ ഓഫ് ലാംഗ്വേജ് റിലേറ്റഡ് ഫങ്ഷൻസ് ബൈ ലെഫ്റ്റ് ആൻഡ് റൈറ്റ് ഹെമിസ്ഫിയേഴ്സ്. അപ്പം നമ്മളെ ലെഫ്റ്റ് ആൻഡ് റൈറ്റ് ഹെമിസ്ഫിയേഴ്സ് എത്രത്തോളം ഈ ലാംഗ്വേജ് റിലേറ്റഡ് ആയിട്ടുള്ള ഫങ്ഷൻസിൽ ഇൻവോൾവഡ് ആയിട്ടുണ്ട് എന്നുള്ള അതിനെ റെഫർ ചെയ്യുന്ന ഒരു റിലേറ്റീവ് ടേമാണ് എന്ത് ലാംഗ്വേജ് ലാറ്ററൈസേഷൻ എന്ന് പറയുന്നത്. നമ്മുടെ ബ്രെയിനിലെ ലെഫ്റ്റ് ആൻഡ് റൈറ്റ് ഹെമിസ്ഫിയേഴ്സ് നമ്മളുടെ ലാംഗ്വേജ് റിലേറ്റഡ് ആക്ടിവിറ്റീസിലും ഫങ്ഷൻസിലും എത്രത്തോളം ഇൻവോൾവഡ് ആയിട്ടുണ്ട്, അത് എത്രത്തോളം ഇൻഫ്ലുവൻസ് ചെയ്യുന്നത് എന്നുള്ളത് നോക്കുന്നതാണ് ലാംഗ്വേജ് ലാറ്ററൈസേഷൻ. അതുപോലെയുള്ളൊരു ടേമാണ് ലാംഗ്വേജ് ലോക്കലൈസേഷൻ. ലാംഗ്വേജ് ലോക്കലൈസേഷൻ എന്ന് പറഞ്ഞാൽ വിച്ച് റെഫേഴ്സ് ടു ദ ലൊക്കേഷൻ വിത്തിൻ ദ ഹെമിസ്ഫിയേഴ്സ് ഓഫ് ദി സർക്യൂട്ട്സ് ദാറ്റ് പാർട്ടിസിപ്പേറ്റ് ഇൻ ലാംഗ്വേജ് റിലേറ്റഡ് ആക്ടിവിറ്റീസ്. സെയിം ലാംഗ്വേജ് റിലേറ്റഡ് ആക്ടിവിറ്റീസിലോ അല്ലെങ്കിൽ ഫങ്ഷൻസിലോ ഈ പറയപ്പെട്ട മറ്റേ സ്പെസിഫിക് ആയിട്ട് ലെഫ്റ്റ് ആൻഡ് റൈറ്റ്, അതുകൊണ്ടാണ് ലാറ്ററൽ എന്ന് പറയുന്നത്. ഇതിൽ അങ്ങനെ സ്പെസിഫിക് ആയിട്ടുള്ള രണ്ട് ഹെമിസ്ഫിയേഴ്സിലും പർട്ടിക്കുലർ പോയിൻ്റ് അല്ലെങ്കിൽ പർട്ടിക്കുലർ ലൊക്കേഷനിൽ റീജിയൻസിൽ ആ റീജിയൻ എത്രത്തോളം ലാംഗ്വേജ് റിലേറ്റഡ് ആക്ടിവിറ്റീസിലോ ഫങ്ഷൻസിലോ ഇൻവോൾവഡ് ആവുന്നുണ്ട് എന്നുള്ളതാണ് നമ്മൾ ലാംഗ്വേജ് ലോക്കലൈസേഷൻ കൊണ്ട് ഉദ്ദേശിക്കുന്നത്. ആ ലൊക്കേഷനാണ് കൂടുതലായിട്ടും ഇവിടെ നോക്കുന്നത്. ഇപ്പോൾ ലാംഗ്വേജ് റിലേറ്റഡ് ആയിട്ടുള്ള ആക്ടിവിറ്റീസിൽ ഇപ്പോൾ ഹെമിസ്ഫിയറിൻ്റെ ഏതെങ്കിലും ഒരു റീജിയൻ കൺട്രോൾ ചെയ്യുന്നുണ്ടോ അതില്ലെങ്കിൽ അതിന് ഇൻഫ്ലുവൻസ് ഉണ്ടോ എന്ന് നമ്മൾ പഠിക്കുന്നത് ഈ ലാംഗ്വേജ് ലോക്കലൈസേഷൻ എന്ന ടേം യൂസ് ചെയ്തിട്ടാണ്. ഓക്കെ അല്ലേ? അപ്പോൾ ഈ ലാംഗ്വേജ് ലോക്കലൈസേഷൻ സിംപ്ലി ഇത്ര മനസ്സിലാക്കുക, ലാംഗ്വേജ് റിലേറ്റഡ് ആക്ടിവിറ്റീസിൽ നമ്മുടെ ഹെമിസ്ഫിയേഴ്സിൻ്റെ ഏതൊക്കെ പെർട്ടിക്കുലർ പോർഷൻസ് ആണ് ഇൻവോൾവഡ് ആയിട്ടുള്ളത് അതിനെ റെഫർ ചെയ്യുന്ന ടേമാണ് ലാംഗ്വേജ് ലോക്കലൈസേഷൻ. ഈ ലാംഗ്വേജ് ലോക്കലൈസേഷൻ മെയിനായിട്ട് നമ്മളൊരു മോഡൽ വെച്ചിട്ടാണ് എക്സ്പ്ലെയിൻ ചെയ്യുക, അല്ലെങ്കിൽ അതിനെ പോസ്റ്റുലേറ്റ് ചെയ്യുന്ന ഒരു ഇമ്പോർട്ടൻറ്റ് മോഡലുണ്ട്. അതിൻ്റെ പേരാണ് വെർണിക്കെ ഗെഷ്വിൻ മോഡൽ. അത് നമ്മൾ കുറച്ചും കൂടെ ഡീറ്റെയിൽ ആയിട്ട് ലാസ്റ്റ് പറയുന്നുണ്ട്. അപ്പോൾ ഏറ്റവും നമ്മൾ കോർട്ടിക്കൽ ലോക്കലൈസേഷൻ ഓഫ് ലാംഗ്വേജ് എഴുതുന്ന സമയത്ത് പോയിൻ്റ് ഔട്ട് ചെയ്തിട്ടുണ്ട് മെയിൻ പോയിൻ്റാണ് വെർണിക്കെ ഗെഷ്വിൻ മോഡൽ എന്താണ് എന്നുള്ളത്. അപ്പോൾ വൺ ഓഫ് ദ പ്രീഡോമിനൻ്റ് തിയറി ഇൻ ലാംഗ്വേജ് ലോക്കലൈസേഷൻ എന്ന് പറയുന്നത് വെർണിക്കെ ഗെഷ്വിൻ മോഡലാണ്. അപ്പോൾ ഈ തിയറി യൂസ് ചെയ്തിട്ടാണ് നമ്മളുടെ റിസർച്ചേഴ്സും ബാക്കിയുള്ള ലാംഗ്വേജ് റിലേറ്റഡ് ആയിട്ടുള്ള ഫങ്ഷൻസ് നമ്മൾ ബ്രെയിനിൽ കൺട്രോൾ പഠിക്കുന്ന സയൻറ്റിസ്റ്റുകളൊക്കെ ഈ ഒരു വെർണിക്കെ തിയറിൻ്റെ കോണ്ടെക്സ്റ്റിൻ്റെ ബേസിലാണ് എക്സ്പ്ലെയിൻ ചെയ്യുന്നതും മനസ്സിലാക്കുന്നതും ഇൻ്റർപ്രറ്റ് ചെയ്യുന്നതൊക്കെ. സോ വൺ ഓഫ് ദ ഇമ്പോർട്ടൻറ്റ് പ്രീഡോമിനൻറ്റ് തിയറി എന്ന് പറയുന്നത് വെർണിക്കെ ഗെഷ്വിൻ മോഡലാണ് ഇൻ കോർട്ടിക്കൽ ലോക്കലൈസേഷൻ ഓഫ് ലാംഗ്വേജ്. സോ അടുത്തായിട്ട് പറയാനുള്ളത് കുറച്ച് ഏരിയാസ് എത്രത്തോളം അല്ലെങ്കിൽ ഈ ഹെമിസ്ഫിയേഴ്സിലുള്ള അല്ലെങ്കിൽ കോർട്ടിക്കൽ റീജിയൻസിലുള്ള കുറച്ച് ഏരിയാസ്, കുറച്ച് ഏരിയാസ് കൂടുതൽ തോതിൽ നമ്മുടെ ലോക്കലൈസേഷൻ ഓഫ് ലാംഗ്വേജ് അല്ലെങ്കിൽ ലാംഗ്വേജ് റിലേറ്റഡ് ആക്ടിവിറ്റീസിനെ ഇൻഫ്ലുവൻസ് ചെയ്യുന്ന ഏരിയാസ് ഉണ്ട്. അപ്പോൾ അതിനെ പറ്റിയിട്ടാണ് ഈ വെർണിക്കെ ഗെഷ്വിൻ മോഡലും ഈ കുറച്ച് സയൻറ്റിസ്റ്റുകളും റിസർച്ചേഴ്സൊക്കെ പറഞ്ഞിട്ടുള്ളത്. ഓക്കെ, അപ്പോൾ മെയിനായിട്ടും ഇതിൻ്റെ ഒരു സ്റ്റാർട്ടിംഗ് എന്ന് പറയുന്നത് ബ്രോക്കാസ് എന്ന് പറയുന്ന ഒരു സയൻറ്റിസ്റ്റ് ഉണ്ട്, ബ്രോക്കാസ്. അപ്പോൾ ബ്രോക്കാസ് അസേർഷൻ ദാറ്റ് എ സ്മാൾ ഏരിയ, ബ്രോക്കാസ് ഏരിയ ഇൻ ദി ഇൻഫീരിയർ പോർഷൻ ഓഫ് ദി ലെഫ്റ്റ് പ്രിഫോണ്ടൽ കോർട്ടെക്സ് ഈസ് എ സെൻറ്റർ ഓഫ് സ്പീച്ച് പ്രൊഡക്ഷൻ. അപ്പോൾ നിങ്ങൾ ഈ ഒരു സെക്ഷൻ പഠിക്കുന്ന സമയത്ത് കുറച്ച് റീജിയൻസ് നിങ്ങൾ ഒന്നെങ്കിൽ അറിയുന്ന റീജിയൻസ് തന്നെ ആവും. ബ്രോക്കാസ് ഏരിയ എന്നുള്ളൊരു റീജിയൻ ബൈ ഹാർട്ട് ചെയ്ത് പഠിക്കുക. ബ്രോക്കാസ് ഏരിയ, വെർണിക്സ് ഏരിയ അല്ലെങ്കിൽ വെർണിക്കസ് ഏരിയ എന്നൊക്കെ പ്രൊനൗൺസ് ചെയ്യാറുണ്ട്. ബ്രോക്കാസ് ഏരിയ, വെർണിക്കസ് ഏരിയ, പിന്നെ ആർക്വൈഡ് ഫാസിക്കുലസ് എന്ന് പറഞ്ഞിട്ടുള്ള ഏരിയ, ആംഗുലാർ ഗൈറസ്,
പ്രൈമറി വിഷ്വൽ കോർട്ടെക്സ്, പ്രൈമറി മോട്ടോർ കോർട്ടെക്സ്, പ്രൈമറി ഓഡിറ്ററി കോർട്ടെക്സ് എന്നൊക്കെ പറഞ്ഞിട്ട് ഒരു 7 ഏരിയാസ് മെയിനായിട്ട് നിങ്ങൾ അറിഞ്ഞിരിക്കണം. അതിൽ മെയിനായിട്ടും ബ്രോക്കാസ് ഏരിയ, വെർണിക്സ് ഏരിയ എന്തായാലും നിങ്ങൾ അറിഞ്ഞിരിക്കണം. ഓക്കെ, അപ്പോൾ ഈ ബ്രോക്കാസ് ഏരിയ എന്ന് പറയുന്നത് നമ്മളുടെ ആ ഏരിയ എവിടെയെന്ന് വെച്ചാൽ ഇൻഫീരിയർ പോർഷൻ ഓഫ് ലെഫ്റ്റ് പ്രിഫോണ്ടൽ കോർട്ടെക്സ്. ഇത് ഈ ഒരു വെർണിക്സ് ഏരിയയുടെയും ബ്രോക്കാസ് ഏരിയൻ്റെയും ഇങ്ങനെ ഒരു സാധനം പഠിച്ചു വെച്ചാൽ കുറച്ചും കൂടെ നന്നായിരിക്കും. അതായത് ഇൻഫീരിയർ പോർഷൻ ഓഫ് ദി ലെഫ്റ്റ് പ്രിഫോണ്ടൽ കോർട്ടെക്സ്, ലെഫ്റ്റ് സൈഡിലെ പ്രിഫോണ്ടൽ കോർട്ടെക്സിൻ്റെ താഴെയുള്ള റീജിയനാണ് നമ്മൾ ബ്രോക്കാസ് ഏരിയ എന്ന് പറയാം. ആ ഒരു ഏരിയൻ്റെ ഒരു ലാംഗ്വേജ് റിലേറ്റഡ് ഫംഗ്ഷൻ എന്താണെന്ന് വെച്ചാൽ വിച്ച് ഈസ് എ സെൻറ്റർ ഓഫ് സ്പീച്ച് പ്രൊഡക്ഷൻ. ഇപ്പോൾ ഞാൻ നിങ്ങൾക്ക് ക്ലാസ് എടുക്കുന്നുണ്ട്, അപ്പോൾ ഞാൻ പറയുന്ന വേർഡ്സ് അല്ലെങ്കിൽ ഞാൻ പറയുന്ന സ്പീച്ച് പ്രൊഡക്ഷനെ കൺട്രോൾ ചെയ്യുന്നത് നമ്മൾ ബ്രോക്കാസ് ഏരിയ. നമ്മളെ ലാംഗ്വേജിലെ സംസാരത്തിൻ്റെ ആ ഒരു പ്രൊഡക്ഷന് ആ ഒരു ആർട്ടിക്കുലേഷനും സൗണ്ടിൻ്റെ അറിയതും കാര്യങ്ങളും അല്ലെങ്കിൽ ആ ഒരു സൗണ്ട് വോയിസ് ആ മോഡുലേഷനും കാര്യങ്ങളൊക്കെ കൺട്രോൾ ചെയ്യുന്നത് നമ്മൾ ബ്രോക്കാസ് ഏരിയയാണ്. അപ്പോൾ എത്ര മനസ്സിലാക്കുക, നമ്മുടെ ബ്രെയിനിലെ ബ്രോക്കാസ് ഏരിയ ആണ് ലാംഗ്വേജ് റിലേറ്റഡ് മെയിൻലി സ്പീച്ചിൻ്റെ പ്രൊഡക്ഷൻ. ഇപ്പോൾ ഈ സംസാരിക്കുന്ന പോലെയുള്ള ഈ സ്പീച്ചിൻ്റെ പ്രൊഡക്ഷനെ റെഗുലേറ്റ് ചെയ്യുന്ന അല്ലെങ്കിൽ കൺട്രോൾ ചെയ്യുന്നത് ഈ ബ്രെയിനിലെ ബ്രോക്കാസ് ഏരിയയാണ്. ഈ ബ്രോക്കാസ് ഏരിയ എവിടെയാണ് കാണുന്നത്? ലെഫ്റ്റ് പ്രിഫോണ്ടൽ കോർട്ടെക്സിൻ്റെ ഇൻഫീരിയർ പോർഷൻ, താഴെയുള്ള ഈ റീജിയനെയാണ് നമ്മൾ ബ്രോക്കാസ് ഏരിയ എന്ന് പറയാം. ഓക്കെ അല്ലേ? ഇനി ബ്രോക്ക, അക്കോർഡിംഗ് ടു ബ്രോക്ക വിച്ച് മീൻസ് സയൻറ്റിസ്റ്റിൻ്റെ നെയിമാണ് കേട്ടോ ഇൻഡിക്കേറ്റ് ചെയ്യുന്നത്. ഡാമേജ് റെസ്ട്രിക്റ്റഡ് ടു ബ്രോക്കാസ് ഏരിയ ഷുഡ് ഡിസ്റ്റർബ് സ്പീച്ച് പ്രൊഡക്ഷൻ വിത്തൗട്ട് പ്രൊഡ്യൂസിങ് ഡെഫിസിറ്റ് ഇൻ ലാംഗ്വേജ് കോംപ്രഹെൻഷൻ. അപ്പോൾ ബ്രോക്കാസ് ഏരിയ നമ്മൾ പറഞ്ഞു സ്പീച്ച് പ്രൊഡക്ഷനെ കൺട്രോൾ ചെയ്യുന്ന അല്ലെങ്കിൽ ഇൻഫ്ലുവൻസ് ചെയ്യുന്ന ഒരു ഏരിയ ആണെന്ന് പറഞ്ഞു. അപ്പോൾ ഈ ബ്രോക്കാസ് ഏരിയക്ക് എന്തെങ്കിലും ലേഷനോ അല്ലെങ്കിൽ എന്തെങ്കിലും ഡാമേജ്, അപ്പോൾ ബ്രെയിൻ ഇഞ്ചുറി ഒക്കെ അല്ലെങ്കിൽ ഒരു ആക്സിഡൻ്റ് ഒക്കെ സംഭവിക്കുന്ന സമയത്ത് നമ്മൾ ബ്രെയിൻ തലച്ചോറിന് ക്ഷതയേറ്റു എന്നൊക്കെ അങ്ങനെയൊക്കെ കേൾക്കാറില്ല. അപ്പോൾ ആ സമയത്തൊക്കെ കൂടുതലായിട്ട് ബ്രോക്കാസ് ഏരിയക്ക് അല്ലെങ്കിൽ പർട്ടിക്കുലർ ബ്രെയിൻ റീജൻസിനൊക്കെ ഡാമേജും പൊട്ടലും ലേഷൻസൊക്കെ വരാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ അങ്ങനെ എന്തെങ്കിലും ലേഷനൊക്കെ വരികയാണെന്നുണ്ടെങ്കിൽ ഇറ്റ് ഷുഡ് ഡിസ്റ്റർബ് ദ സ്പീച്ച് പ്രൊഡക്ഷൻ. ആ ഒരു ഇൻഡിവിജ്വലിൻ്റെ സ്പീച്ച് പ്രൊഡക്ഷൻ അത് ബാധിക്കും വിത്തൗട്ട് പ്രൊഡ്യൂസിങ് ഡെഫിസിറ്റ് ഇൻ ലാംഗ്വേജ് കോംപ്രഹെൻഷൻ. അയാൾക്ക് സ്പീച്ച് പ്രൊഡക്ഷൻ ഇങ്ങനെ പറയാനുള്ള ആ ഒരു ലാംഗ്വേജിൻ്റെ എഫിഷ്യൻസി കുറയും അല്ലെങ്കിൽ അതിനെ സാരമായിട്ട് തന്നെ ബാധിക്കും. പക്ഷേ മറ്റൊരാൾ പറയുന്ന കാര്യം കോംപ്രഹെൻഡ് ചെയ്യാൻ അല്ലെങ്കിൽ മനസ്സിലാക്കാൻ അണ്ടർസ്റ്റാൻഡ് ചെയ്യാൻ ബുദ്ധിമുട്ടുണ്ടാവില്ല. അതിൻ്റെ അർത്ഥം ബ്രോക്കാസ് ഏരിയയിലൊക്കെ ആണ് ഇയാൾക്ക് ഡാമേജ് സംഭവിച്ചിട്ടുണ്ട് എന്നുണ്ടെങ്കിൽ അയാളുടെ സ്പീച്ച് പ്രൊഡക്ഷൻ അത് ബാധിക്കും. അതിൻ്റെ ഇനി മറ്റൊരാൾ പറയുന്ന കോംപ്രഹെൻഡിങ് അല്ലെങ്കിൽ ലാംഗ്വേജിൻ്റെ കോംപ്രഹെൻഷനെ അത് ബാധിക്കില്ല. അതിൻ്റെ അർത്ഥം ഈ കോംപ്രഹെൻഷനെ നിയന്ത്രിക്കുന്ന വേറെ ഏതോ ഒരു പാർട്ടാണ് എന്നുള്ളതാണ്. സോ ബ്രോക്കാസ് ഏരിയൻ്റെ മെയിൻ ഫംഗ്ഷൻ എന്ന് പറയുന്നത് സ്പീച്ച് പ്രൊഡക്ഷൻ, സ്പീച്ച് ആർട്ടിക്കുലേഷൻ, ആ ഒരു മോഡുലേഷൻ കീപ്പ് ചെയ്യുക എന്നുള്ളതാണ്. സോ എന്തെങ്കിലും ഡാമേജ് സംഭവിച്ചാൽ സ്പീച്ച് പ്രൊഡക്ഷനെ അത് ബാധിക്കും വിത്തൗട്ട് ഡാമേജിങ് ഓർ വിത്തൗട്ട് ഇൻഫ്ലുവൻസിങ് ദ ലാംഗ്വേജ് കോംപ്രഹെൻഷൻ ഓഫ് ദാറ്റ് ഇൻഡിവിജ്വൽ. ഓക്കെ, ദെൻ അടുത്ത ഒരു കാര്യം അല്ലെങ്കിൽ അടുത്ത ഒരു മെയിൻ റീജിയൻ എന്ന് പറയുന്നത് ഈ ലോക്കലൈസേഷൻ മെയിനായിട്ടും നടന്ന കുറച്ച് സ്റ്റഡീസ് ഉണ്ട്. അതിൽ മെയിനായിട്ടും 1874 കാൾ വെർണിക്കെ പ്രൊണൗൺസ്ഡ് വെർണിക്കെ concluded on the basis of 10 clinical cases that there is a language area in the left temporal lobe just posterior to the primary auditory cortex that is in the left planum temporal. അപ്പോൾ ഇതിന് ഇപ്പോൾ ഈ ബ്രോക്കാസ് ഏരിയനെ കൂടാതെ, അപ്പോൾ അത് ബ്രോക്കാസ് ആണ് ഫസ്റ്റ് ഒരു ഇനീഷ്യൽ എക്സ്പെരിമെൻ്റ് നടത്തിയ. അതിന് ശേഷം 1874 കാൾ വെർണിക്ക് വീണ്ടും ലാംഗ്വേജ് റിലേറ്റഡ് എക്സ്പെരിമെൻറ്റ്സും റിസർച്ചേഴ്സൊക്കെ നടത്തിയ സമയത്ത് 10 ക്ലിനിക്കൽ കേസസിൻ്റെ ബേസിൽ അദ്ദേഹം ഒരു വെർണിക്കെ എന്ന് പറയുന്ന ഒരു പർട്ടിക്കുലർ റീജിയൻ, ബ്രെയിനിലെ പർട്ടിക്കുലർ റീജിയൻ കൂടെ കണ്ടുപിടിക്കുകയാണ്. ആ ഏരിയ എന്ന് പറയുന്നത് എവിടെയാണ്? അതും അല്ലെങ്കിൽ വെർണിക്ക ഏരിയ ആൾസോ എ ലാംഗ്വേജ് ഏരിയ ഇൻ ദി ലെഫ്റ്റ് ടെമ്പോറൽ ലോബ്. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ബ്രോക്കാസ് ഏരിയയും വെർണിക്കസ് ഏരിയൻ്റെ ആ ഒരു പർട്ടിക്കുലർ പൊസിഷൻ പഠിച്ചു വെക്കുക. ലെഫ്റ്റ് ടെമ്പോറൽ ലോബ് ജസ്റ്റ് പോസ്റ്റീരിയർ ടു പ്രൈമറി ഓഡിറ്ററി കോർട്ടെക്സ്. പ്രൈമറി ഓഡിറ്ററി കോർട്ടെക്സിൻ്റെ കുറച്ച് പോസ്റ്റീരിയർ മീൻസ് മുകളിലായിട്ട് ലെഫ്റ്റ് ടെമ്പോറൽ ലോബിലാണ് ഇത് കാണപ്പെടുന്നത്. ഏത്? ഈ വെർണിക്കസ് ഏരിയ കാണപ്പെടുന്നത്. ഈ കാൾ വെർണിക്ക് ഡിസ്കവർ
ഇതുകൊണ്ട് തന്നെ ഈ ഏരിയനെ നമ്മൾ വെർണിക്കസ് ഏരിയ എന്നും പറയും. ഓക്കെ, അപ്പോൾ നമ്മൾ നേരത്തെ പറഞ്ഞത് ഒരു പ്രൈമറി ലാംഗ്വേജ് ഏരിയ ലൈക്ക് ബ്രോക്കാസ് ഏരിയ. ഇനി ദ സെക്കൻഡ് ലാംഗ്വേജ് ഏരിയ എന്ന് പറഞ്ഞിട്ട് വെർണിക്ക ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നത് ആർഗ്യൂഡ് വാസ് ദ കോർട്ടിക്കൽ ഏരിയ ഓഫ് ലാംഗ്വേജ് കോംപ്രഹെൻഷൻ സബ്സിക്വൻ്റ്ലി ബിക്കം നോൺ ആസ് വെർണിക്കസ് ഏരിയ. അപ്പോൾ നമ്മൾ ബ്രോക്കാസ് ഏരിയൻ്റെ ഫംഗ്ഷൻ എന്താണെന്ന് പറഞ്ഞ് സ്പീച്ച് പ്രൊഡക്ഷൻ എന്നായിരുന്നു. അപ്പോൾ നമ്മൾ പറഞ്ഞു ബ്രോക്കാസ് ഏരിയയ്ക്ക് ഇഞ്ചുറി പറ്റിയാൽ അയാൾക്ക് സ്പീച്ച് പ്രൊഡക്ഷനിൽ പ്രശ്നം ഉണ്ടാവും, പക്ഷേ എന്തിൽ പ്രശ്നം ഉണ്ടാവില്ല, കോംപ്രഹെൻഷൻ കപ്പാസിറ്റി അദ്ദേഹത്തിന് ഇൻഡിവിജ്വലിന് കുറയൂല എന്ന് പറഞ്ഞു. അപ്പോൾ ഈ കോംപ്രഹെൻഷനെ ഇൻഫ്ലുവൻസ് ചെയ്യുന്ന റെഗുലേറ്റ് ചെയ്യുന്ന പർട്ടിക്കുലർ പാർട്ട് ഓഫ് ബ്രെയിനാണ് ലാംഗ്വേജ് കോംപ്രഹെൻഷൻ ഹെൽപ്പ് ചെയ്യുന്ന ഒരു ഏരിയയാണ് നമ്മുടെ വെർണിക്കസ് ഏരിയ വിച്ച് വാസ് ഡിസ്കവേർഡ് ബൈ കാൾ വെർണിക്കെ. ഓക്കെ, അപ്പോൾ നമ്മൾ രണ്ട് റീജിയനാണ് പറഞ്ഞത്, ബ്രോക്കാസ് ഏരിയ ഫോർ സ്പീച്ച് പ്രൊഡക്ഷൻ ആൻഡ് വെർണിക്കസ് ഏരിയ ഫോർ സ്പീച്ച് കോംപ്രഹെൻഷൻ ഓർ ലാംഗ്വേജ് കോംപ്രഹെൻഷൻ. ഓക്കെ, ഇനി ഇതിനൊക്കെ ഓരോരോ പേരുകളുണ്ട്. ഏരിയ 41, ഏരിയ 42, 43, 44 എന്നൊക്കെ പറഞ്ഞിട്ട് കുറേ ഇതുണ്ട്. എന്നാലും നിങ്ങൾ ജനറലി ഇങ്ങനെ പഠിച്ചു വെക്കുക, ഈ ഇന്ന ഏരിയ ഇന്നതിനെ റെഗുലേറ്റ് ചെയ്യുന്നു. ഇപ്പോൾ ബ്രോക്കാസ് ഏരിയനെ നമ്മൾ 31, 39 അങ്ങനെ ആ രീതിയിലൊക്കെ പറയാറുണ്ട്. പക്ഷേ മെയിൻലി നിങ്ങൾ ഇതെന്തായാലും പഠിച്ചു വെക്കുക. ഓക്കെ, ദെൻ ഇനി ഈ വെർണിക്കസ് ഇതിന് അപ്പോൾ നമ്മൾ പറഞ്ഞു ബ്രോക്കാസ് ആൻഡ് വെർണിക്കസ് ഏരിയ. ഓക്കെ, ഇനി നെക്സ്റ്റ് വീഡിയോയിൽ കണ്ടിന്യൂ ചെയ്യാം കേട്ടോ.